സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മീങ്കര ഡാം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീങ്കര ഡാം ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ കൈവഴിയായ മീങ്കര പുഴയിലാണ് മീങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? 48A ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 48A. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബീഗം ഹസ്രത്ത് മഹൽ 1857 മഹത്തായ വിപ്ലവമായിട്ടാണ് ബീഗം ഹസ്രത്ത് മഹൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ബീഗം ഹസ്രത്ത് മഹൽ ഏത് സ്ഥലത്താണ്, ഏത് പ്രദേശത്താണ് നേതൃത്വം നൽകിയതെന്ന് കമന്റ് ചെയ്യുക. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം? ISRO 1969. 1969. ചന്ദ്രനിൽ നിന്നും നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ചന്ദ്രനിൽ നിന്നും നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കറുപ്പ്. മലയൻ ഡോർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? മലയൻ ഡോർഫ് എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. തെങ്ങിന്റെ സങ്കര ഇനമാണ് മലയൻ ഡോർഫ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ ആണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിതയാര്? ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. LIC നിലവിൽ വന്ന വർഷം ഏത്? LIC നിലവിൽ വന്ന വർഷം 1956 ആണ്. 1956 LIC നിലവിൽ വന്നത്. ഓസോൺ ദിനം എന്ന്? ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെയാണ്? പൂർണ്ണ സ്വരാജാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലാഹോർ. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയ ഭേദഗതി 61. ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സ് ആക്കിയത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലവർഷം ആരംഭിച്ചത്? കൊല്ലവർഷം AD 825. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്? യവനപ്രിയ
കുരുമുളകാണ് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന എടയ്ക്കൽ ഏത് ജില്ലയിലാണ്? എടയ്ക്കൽ വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ചെമ്മീൻ. ചെമ്മീനാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. പുനലൂർ. ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്. കാവേരി നദിയിലാണ് ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്നത് കാൽബൈശാഖിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കാൽബൈശാഖി. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്ന പദ്ധതി സേതു ഭാരതം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സേതു ഭാരതം. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഏത്? ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓപ്ഷൻ ബി ഓക്സിജൻ. അടുത്ത ചോദ്യം, ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത് ആര്? ഖസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയനാണ്. ഓപ്ഷൻ ഡി ഒ വി വിജയൻ. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? 11ാമത്തെ പ്രസിഡന്റ്. 11ാമത്തെ പ്രസിഡന്റ്. ദ്രൗപദി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് കമന്റ് ചെയ്യുക. ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള കലാമണ്ഡലം. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി. ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 വയസ്സാണ്. 25 വയസ്സ്. മുങ്ങൽ വിദഗ്ധർ അക്വ ലെൻസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം. മുങ്ങൽ വിദഗ്ധർ അക്വ ലെൻസിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതം ഓക്സിജൻ ഹീലിയമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്സിജൻ ഹീലിയം. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം. സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം. ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ജസ്റ്റിസ് ഫാത്തിമ ബീവി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധി
ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗാന്ധി ഇർവിൻ ഉടമ്പടി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്ര വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്? 18 വയസ്സാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 18 വയസ്സ്. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വില്യം ഹാർവി. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മൗലിക കടമകളെക്കുറിച്ച്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അപ്പം മൗലിക കടമകളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ മാത്രം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നത് മൗലിക കടമയാണ്. ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. ശരിയാണ്. 4-ാമത്തേത് നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. തിരുവിതാംകൂർ സ്വദേശിയായ ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ശരിയാണ്. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പാക്കിയത്. വർഷം 1905. ശരിയാണ്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ച പത്രങ്ങൾ, സ്ഥാപകർ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് സംവാദ് കൗമുദി, ബോംബെ ക്രോണിക്കൽ, വന്ദേ മാതരം, ഇന്ത്യൻ മിറർ എന്നിവയാണ്. ശരിയായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കൽ ഫിറോസ് ഷാ മേത്ത. വന്ദേ മാതരം മാഡം ബിക്കാജി കാമയാണ്. വന്ദേ മാതരം മാഡം ബിക്കാജി കാമ. ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോർ. കെ ദേവയാനി ഏത് സമരത്തിന്റെ സമരനായികയാണ്? കെ ദേവയാനി. കരിവെള്ളൂർ സമരമാണ്. കരിവെള്ളൂർ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. കെ ദേവയാനി. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനാണ്? ഭൗതിക ശാസ്ത്രമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഭൗതിക ശാസ്ത്രം. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിന് നൽകിയ പേര്? ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിന് നൽകിയ പേര് മംഗൾയാൻ എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മംഗൾയാൻ.
രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ടെറ്റനി. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ അറബിക്കടലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അറബിക്കടൽ. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആരാണ്? സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഓപ്ഷൻ എ ആണ് ഉത്തരം, വി ഗിരിയാണ്. ഓപ്ഷൻ എ വി ഗിരി. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212 ആണ്. 212. അവസാനത്തെ ചോദ്യമാണ്, ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം. ഖേഡ കർഷക സമരം നടന്ന വർഷം 1918 ആണ്. 1918. ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.